ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ചപ്പാത്തിയുടെയും പൊറോട്ടയുടെയും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി മസാലക്കറിയാണ്. വെള്ളക്കടല മസാല അതല്ലെങ്കിൽ ചന മസാല. ഇറച്ചിക്കറിയുടെ ഒക്കെ ഒരു ടേസ്റ്റിൽ വരുന്ന നല്ലൊരു മസാലക്കറിയാണിത്. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. 1 കപ്പ് വെള്ളക്കടല 8 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തെടുത്തിട്ടുണ്ട്. കടലയിലെ വെള്ളം ഊറ്റിയെടുത്തതിന് ശേഷം ഇനി നമുക്ക് ഇതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർത്തിട്ട് കടല വേവിക്കാൻ ആവശ്യത്തിനുള്ള വെള്ളവും ഒഴിച്ചു കൊടുക്കുക. ഇനി 8 വിസിൽ വരുന്നത് വരെ കടല വേവിക്കാനായിട്ട് സ്റ്റൗവിൽ വെക്കാം. കടല വേവിച്ചതിന് ശേഷം മസാല ഉണ്ടാക്കാനായിട്ട് ഒരു കടായി സ്റ്റൗവിൽ വെക്കുക. കടായി ഒന്ന് ചൂടായതിന് ശേഷം ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. ചൂടായ വെളിച്ചെണ്ണയിലേക്ക് ഈ മസാലകളെല്ലാം ചേർത്ത് കൊടുക്കണം. 4 ഗ്രാമ്പു, 3 ചെറിയ പീസ് പട്ട, 3 ഏലക്ക, 10 കുരുമുളക്, 1/2 ടീസ്പൂൺ നല്ല ജീരകം, 2 വറ്റൽമുളകും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി ഇവയെല്ലാം മൂപ്പിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇവയെല്ലാം ഒന്നിച്ച് പേസ്റ്റ് ആക്കിയിട്ടാണ് ചേർക്കുന്നത്. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ ആ പച്ചമണം മാറിയതിന് ശേഷം ഇതിലേക്ക് സവാള അരിഞ്ഞ് ചേർത്ത് കൊടുക്കണം. ഒരു വലിയ സവാളയാണ് ഇതിലേക്ക് എടുത്തിട്ടുള്ളത്. സവാള പെട്ടെന്ന് വഴന്നു കിട്ടാനായിട്ട് മസാലയിലേക്ക് പാകത്തിനുള്ള 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി സവാള നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇപ്പോൾ സവാള നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 തക്കാളി ചെറുതാക്കി നുറുക്കിയിട്ട് ചേർത്ത് കൊടുക്കണം. തക്കാളിയൊക്കെ നന്നായിട്ട് വേവിച്ച് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. മസാലയുടെയൊക്കെ പച്ചമണം മാറിക്കിട്ടുന്നത് വരെ നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇതിലേക്ക് 1 ടീസ്പൂൺ മീറ്റ് മസാലയും കൂടെ ചേർക്കുന്നുണ്ട്. ഇനി നമ്മൾ നേരത്തെ വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന കടല ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. കടല വേവിച്ച വെള്ളവും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. മസാലയും ഈ കടലയും എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. കടല വേവിച്ച വെള്ളം കുറവായതുകൊണ്ട് ഇതിലേക്ക് കറിക്ക് വേണ്ടിയിട്ട് 1 ഗ്ലാസ് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ കറി നല്ലപോലെ തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കാനായിട്ട് അണ്ടിപ്പരിപ്പ് 10 എണ്ണം വെള്ളത്തിൽ കുതിർത്തിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. 1 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തിട്ട് ആ വെള്ളവും കൂടെയാണ് അരച്ചെടുത്തിട്ടുള്ളത്. ഈ കറിയിലേക്ക് അതും കൂടെ ചേർത്ത് കൊടുക്കുക. കറി നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തതിന് ശേഷം ഇനി ഇത് ലോ ഫ്ലെയിമിൽ വെക്കാം ഒരു 10 മിനിറ്റ്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. അങ്ങനെ നല്ല സ്പൈസിയും ടേസ്റ്റിയുമായിട്ടുള്ള വെള്ളക്കടല മസാല റെഡി ആയിട്ടുണ്ട്. കറി വിളമ്പുന്നതിന് മുമ്പ് ഒരു 15 മിനിറ്റ് അടച്ചു വെച്ചതിന് ശേഷം വിളമ്പുന്നതാണ് നല്ലത്. അപ്പോൾ കറി ഒന്നും കൂടെ ഒക്കെ തിക്കായിട്ട് നന്നായിട്ടുണ്ടാവും. പാൽ പൊറോട്ട, ചപ്പാത്തി അതുപോലെ തന്നെ പത്തിരിയുടെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണിത്. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്സ് ഒക്കെ ഞങ്ങളെ അറിയിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒപ്പം സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ കൂടെ ഇനേബിൾ ചെയ്യുക. പുതിയ റെസിപ്പീസുമായി വീണ്ടും കാണുന്നതുവരേക്കും ബൈ. താങ്ക് യു.